പ്രൈസ് ദി ലോർഡ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാം വാക്യം. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലം നാം ഒന്ന് മനസ്സിലാക്കണം. വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങൾ ജെറമിയയുടെ പുസ്തകം കഴിഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന പുസ്തകമാണ് വിലാപങ്ങൾ. പശ്ചാത്തലം: ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു, ഇസ്രായേൽ ജനം ബാബേലിലേക്ക് അടിമകളായി പോയി, എല്ലാം ചണ്ടിക്കൂമ്പാരമായി കിടക്കുന്നു, എല്ലാം തകർന്ന് തരിപ്പണമായി. അപ്പോൾ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിലും എല്ലാം തകർന്നു, എല്ലാം നശിച്ചു, ഇനി പ്രത്യാശിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുക. ശാന്തമായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമായി ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, ഉപവാസത്തോടെ കാത്തിരിക്കുക, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുക, നിരാശരാകാതെ യേശുവിൻ്റെ നാമം മുറുകെ പിടിച്ച് കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുമെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകും. ഇസ്രായേൽ ജനം ബാബേലിലേക്ക് പോയെങ്കിലും ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടുവെങ്കിൽ 70 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് തങ്ങളുടെ സ്വന്തം നാട്ടിൽ തിരിച്ചു വരാനും അവർക്ക് ദേവാലയം പുതുക്കി പണിയാനും സാധിച്ചു എന്ന് നാം മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ട്. ഇപ്പോൾ തകർന്നിരിക്കുന്ന നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. കാരണം ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശുവിനെ മുറുകെ പിടിച്ച് പ്രത്യാശയോടെ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ.